കോഴിക്കോട് താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് തുറക്കാനൊരുങ്ങുന്നതിനിടെ പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ. ഫ്രഷ് കട്ടിനെതിരെ സമരം തുടരാനാണ് ഫ്രഷ് കട്ട് വിരുദ്ധ സമരസമിതിയുടെ നീക്കം. അതേസമയം കേസിൽ ഉൾപ്പെട്ട SDPI ഭീകരർ ഇപ്പോഴും ഒളിവിലാണ്. കട്ട് സമരത്തില് 4000-ഓളം കുടുംബങ്ങളെ ഒരു വിലയും കൽപ്പിക്കാതെ, ഒരു ചർച്ചക്ക് പോലും വിളിക്കാതെ, സർവകക്ഷി മീറ്റിംഗില് കോഴിക്കോട് ജില്ലയിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ ഒരു വിലയും കൽപ്പിക്കാത്ത രീതിയിലുള്ള ഫ്രഷ് കട്ടിന്റെ ഈ ചുറ്റുപാടുമുള്ള നിരോധാജ്ഞ കലക്ടർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കലക്ടറും ചില പോലീസ് ഉദ്യോഗസ്ഥരും ഫ്രഷ് കട്ടിന്റെ പാർട്ണർമാരെ പോലെയാണ് പെരുമാറുന്നത്. സമരസമിതിയെ സംബന്ധിച്ചിടത്തോളം നിരോധാജ്ഞ പ്രഖ്യാപിച്ചാലും ജനകീയ സമരം കൊണ്ട് കലക്ടറുടെയും പോലീസ് ഉദ്യോഗസ്ഥരെയും കണ്ണു തുറപ്പിക്കുന്ന രീതിയിലുള്ള സമരമുറകളുമായി ജനാധിപത്യ രീതിയിൽ ഞങ്ങൾ ശക്തമായി സമരവുമായി മുന്നോട്ട് പോകാനാണ് സമരസമിതിയുടെ തീരുമാനം. അനഘ ഹർഷൻ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. അനഘ, ഈ സമരസമിതി ഇത്തരത്തിൽ സമരവുമായി മുന്നോട്ട് പോകുന്നുവെന്ന് പറയുമ്പോൾ അവിടെ നിരോധനാജ്ഞ വരുമ്പോൾ അതിനെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയത്തില്ല. കാരണം ആദ്യഘട്ടത്തിൽ ഇതൊരു സമാധാനപരമായ സമരമായിരുന്നുവെങ്കിലും പിന്നീട് അതിനകത്തേക്ക് SDPIയുടെയും മറ്റും ഭീകരശക്തികൾ നുഴഞ്ഞു കയറിയിരുന്നു. അപ്പോൾ ഈ ഭീകരർ നുഴഞ്ഞു കയറുന്ന ഘട്ടത്തിൽ ഈ സമരം നയിച്ച ആളുകൾക്ക് ജാഗ്രതക്കുറവുണ്ടായിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഈ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അനഘ, തീർച്ചയായും ഗൗതം, ഈ SDPI മതമൗലികവാദികളുടെ അതിക്രമത്തെ തുടർന്നാണ് താമരശ്ശേരിയുള്ള ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രം അടച്ചു പൂട്ടേണ്ടി വന്നത്. വലിയ രീതിയിലുള്ള അതിക്രമമാണ് ഫാക്ടറിക്ക് അകത്ത് കയറിക്കൊണ്ട് SDPI നടത്തിയത്. ഇതിനെ തുടർന്നാണ് ഫാക്ടറി അടച്ചുപൂട്ടിയത്. ഈ ഫാക്ടറി തുറക്കാനുള്ള ഉത്തരവ് കളക്ടർ നൽകിയിരുന്നു. ഈ ഫാക്ടറി തുറക്കുന്ന സാഹചര്യത്തിലാണ് പ്രദേശത്ത് 7 ദിവസത്തേക്ക് നിരോധനാജ്ഞ കളക്ടർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ പ്രദേശത്ത് സംഘം ചേരാനോ സമരമോ മറ്റ് പ്രകടനങ്ങളോ ഒന്നും തന്നെ നടത്താനുള്ള അനുമതിയില്ല. ഇതിനെ തുടർന്നാണ് ഈ പ്രദേശവാസികളുടെ നേതൃത്വത്തിലുള്ള സമരം ഈ താമരശ്ശേരിയിൽ നിന്ന് അല്പം മാറി മറ്റൊരു സ്ഥലത്ത് ഇതേ രീതിയിൽ പ്രതിഷേധം നടത്തുമെന്നാണ് ഫ്രഷ് കട്ട് വിരുദ്ധ സമരസമിതിയുടെ തീരുമാനം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ 351 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ 13 പേർ മാത്രമാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ കഴിഞ്ഞ ദിവസം SDPIയുടെ പ്രാദേശിക നേതാവ്, അതായത് SDPIയിൽ സജീവ പ്രവർത്തകനായിട്ടുള്ള കൂടത്തായി സ്വദേശി അമ്പാടൻ അൻസാർ എന്ന് പറയുന്ന SDPIയുടെ സജീവ പ്രവർത്തകൻ കഴിഞ്ഞ ദിവസം പോലീസിന്റെ പിടിയിലായിരുന്നു. ഇയാളെ ചോദ്യം ചെയ്ത് വരികയാണ്. കൂടുതൽ SDPI പ്രവർത്തകർ ഈ കേസുമായി ബന്ധപ്പെട്ട് ഫാക്ടറിയിൽ ഏകപക്ഷീയമായി അതിക്രമം നടത്തിയ കേസിൽ പ്രതികളായിട്ടുണ്ട്. പക്ഷേ ഇവരൊക്കെയായിട്ടുള്ള ഒരു അന്വേഷണം പോലീസ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കേസിലെ 1ാം പ്രതിയായിട്ടുള്ള DYFI നേതാവ് മെഹറൂഫ് ഇപ്പോഴും ഒളിവിലാണ് എന്നുള്ളതാണ്. ഈ കേസിൽ അറസ്റ്റിലായവ ഈ 13 പേരിൽ DYFI പ്രവർത്തകരുണ്ട്, SDPI പ്രവർത്തകർ, ഇങ്ങനെ ഈ 2 വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നത് എന്നതാണ്. ഇതിനിടെ ഈ കേസിൽ പ്രതിയാക്കപ്പെട്ട SDPI പ്രവർത്തകരടക്കം വിദേശത്തേക്ക് കടന്നു എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും പോലീസിന്റെ അന്വേഷണം അത് ഊർജിതമായി, ഈ SDPI മതമൗലികവാദികൾക്കായിട്ടുള്ള അന്വേഷണം അത് ഊർജിതമായി തന്നെ പ്രദേശത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് ഈ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രം അത് ഇന്ന് തുറന്നിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടവരോട് സംസാരിക്കുന്ന സമയത്ത് കുറച്ചുകൂടി മെയിൻ്റനൻസ് വർക്ക് ഈ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതുണ്ട്. അതിനുശേഷം ഈ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഫാക്ടറി തുറന്ന് പഴയ പോലെ തന്നെ പ്രവർത്തിപ്പിക്കും എന്ന് കൂടിയാണ് അവർ പറയുന്നത്. അതിനിടയിലാണ് സമരസമിതി ഇത്തരത്തിൽ ആളുകൾ ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അവരടക്കം ഈ 13 പേരിൽ പിടിയിലായവരിൽ അവരടക്കമുണ്ട്. ആ രീതിയിലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. SDPI പോലുള്ള മതമൗലിക ശക്തികൾക്ക് എന്താണ് ഈ സമരത്തിലൂടെ ഉണ്ടാക്കുന്ന നേട്ടം, ഇതിന് പിന്നിൽ മറ്റാരൊക്കെയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഗൗതം, ഈ ആദ്യത്തെ കുറെ പ്രതികൾ പിടിയിലായത് DYFIക്കാരാണെന്ന് പറയുന്നു. അതേസമയം തന്നെ CPM ആരോപിക്കുന്നത് SDPI ആണ് അവിടെ ഭീകരാക്രമണം നടത്തിയത് എന്ന് പറയുന്നു. അപ്പോൾ ഈ പകൽ സമയത്ത് DYFIയും CPMഉം രാത്രിയാകുമ്പോൾ SDPIയും ആകുന്ന ഒരു രീതി അത് വർഷങ്ങളായിട്ട് തന്നെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമായി ഫ്രഷ് കട്ട് സംഭവം മാറുകയാണല്ലോ.
തീർച്ചയായും ഗൗതം, അതായത് ഈ കേസിൽ നിലവിൽ 13 പേരാണ് ഈ ഫ്രഷ് കട്ട് എന്ന സംസ്കരണ പ്ലാന്റിനെതിരെ അതിക്രമം നടത്തിയതിൽ പിടിയിലായത്. ഈ പിടിയിലായതിൽ 13 പേരിൽ SDPI പ്രവർത്തകരും അതുപോലെ തന്നെ DYFI പ്രവർത്തകരുമാണ് അറസ്റ്റിലായിരിക്കുന്നത് എന്നതാണ്. ഈ സമരവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ തന്നെ CPM ഉന്നയിച്ചിരിക്കുന്ന ഒരു ആരോപണം, ഈ സമരത്തിൽ പ്രധാനമായും പങ്കെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഈ അതിക്രമം നടത്തിയത് അത് SDPI ആണെന്ന് ആരോപിച്ചുകൊണ്ട് CPM രംഗത്ത് വന്നിരുന്നു. പക്ഷേ ഈ കേസിൽ പിടിയിലായിരിക്കുന്നവർ മുഴുവൻ DYFIയും അതുപോലെ തന്നെ SDPI പ്രവർത്തകരുമാണ്. ഇതിൽ നിന്ന് തന്നെ SDPIയും അതുപോലെ DYFI പ്രവർത്തകരും തമ്മിലുള്ള ഒരു അന്തർധാര കൃത്യമായി മനസ്സിലാക്കാം. നേരത്തെയൊക്കെ തന്നെ കൃത്യമായ ഒരു ആരോപണം ഉയർന്നു വന്നിരുന്നു. നേരത്തെ ഗൗതം പറഞ്ഞതുപോലെ തന്നെ ഈ DYFIയിൽ പ്രവർത്തിക്കുന്നവർ തന്നെയാണ് SDPIയിലും പ്രവർത്തിക്കുന്നത്. അവർ തമ്മിൽ സജീവമായി ഈ പേരിൽ മാത്രമേ മാറ്റമുള്ളൂ എന്നതടക്കമുള്ള കാര്യങ്ങൾ ആരോപണം ഉയർന്നു വന്നിരുന്നു. അതൊക്കെ തന്നെ ശരിവെക്കുന്ന രീതിയിലാണ് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഗൗതം. ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ പ്ലാന്റ് ആരംഭിക്കുന്നതിനെതിരായിട്ട് അവിടെ ഒരു ഘട്ടത്തിൽ സമാധാനപരമായി നടന്ന സമരത്തിനിടയിലേക്കാണ് SDPI ഭീകരർ നുഴഞ്ഞു കയറിയത്. അതേ തുടർന്ന് ആ സമരത്തിന്റെ സ്വഭാവവും രീതികളും മാറുകയും പോലീസിനെ ഉൾപ്പെടെ ആക്രമിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ കേസിൽ SDPI ഭീകരന്മാർ കാണാമറയത്ത് തന്നെയാണ്. പിടിയിലായിരിക്കുന്നത് CPMന്റെയും DYFIയുടെയും നേതാക്കളാണ്. പകൽ സമയത്ത് DYFIയും രാത്രിയാകുമ്പോൾ SDPIയും ആകുന്ന ഒരു പ്രതിഭാസം നമ്മുടെ സംസ്ഥാനത്ത് പണ്ട് മുതൽ തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ കോഴിക്കോട് നടന്നിരിക്കുന്ന സംഭവം എന്ന കാര്യത്തിൽ സംശയമില്ല. അനഘ ഹർഷനാണ് ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ അപ്ഡേറ്റ്സ് കോഴിക്കോട് നിന്ന് നൽകിയത്.